ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടയിൽ നാമ ലെവി എന്ന സൈനികയെ കൈകൾ ബന്ധിച്ച് ട്രക്കിലേക്ക് വലിച്ചിഴച്ച ഹമാസ് അംഗത്തെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. മുഹമ്മദ് അബു അസീദിനെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നെഹലോസിലെ ആക്രമണത്തിലാണ് നാമ ലെവിയെ ഹമാസ് ബന്ധിയാക്കിയത്. നാമ ലെവിയുടെ കുതികാലുകൾ മുറിച്ച് കൈകൾ പിന്നിലേക്ക് കെട്ടി തലമുടിയിൽ പിടിച്ച് റോഡിലൂടെ പ്രദർശിപ്പിക്കുന്നതിന്റെ വീഡിയോ ലോകവ്യാപകമായി ഞെട്ടലുണ്ടാക്കിയിരുന്നു. 4 മാസം മുമ്പ് വ്യോമാക്രമണത്തിലാണ് അബു അസീദ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഷാത്തി ബറ്റാലിയൻ അംഗമായിരുന്നു അദ്ദേഹം. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി 25 മോചിപ്പിക്കപ്പെട്ട 3 ഇസ്രായേൽ വനിതാ സൈനികരിൽ നാമ ലെവിയും ഉണ്ടായിരുന്നു. 2023 ഡിസംബറിൽ നാമ ലെവിയെ ക്രൂരമായി കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഹമാസ് ഭീകരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ലോക മനസാക്ഷിയെ മുഴുവനും ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നു. ഈ വീഡിയോ പരാമർശിച്ചുകൊണ്ട് മകളുടെ മോചനത്തിനു വേണ്ടി അമ്മ അന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഷെജയ്യ ബറ്റാലിയനിലെ എലൈറ്റ് നുക്ബ ഫോഴ്സ് അംഗമായ ഹെയ്തം ഹസീം ഹിജാസി റജബ് ഇയാൾ കൊല്ലപ്പെട്ടതായും IDF സ്ഥിരീകരിച്ചു. നെഹൽ ഓസ് ആക്രമണത്തിൽ റജബും പങ്കെടുത്തിരുന്നു. കൂടാതെ ഗാസയിലെ യുദ്ധത്തിനിടയിൽ സൈനികർക്കെതിരായി നിരവധി ആക്രമണങ്ങളിലും പങ്കാളിയായിരുന്നു ഇയാൾ എന്ന് സൈന്യം പറഞ്ഞു. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ദിയ കൈമാറ്റം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസ് അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നാളെ മോചിപ്പിക്കുന്ന 3 പേരുടെ പട്ടിക ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. ഒഫർ കാൽദെറോൺ, കീത്ത് സീഗൽ, യാർദൻ ബീബാസ് ഈ 3 പേരെയാണ് മോചിപ്പിക്കുക. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിലാണ് 3 പേരെയും ബന്ദികളാക്കിയത്. പകരമായി 90 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും നാളെ മോചിപ്പിക്കും. ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 9 തടവുകാരെയും ദീർഘകാല തടവിന് ശിക്ഷയ്ക്ക് വിധിച്ച 81 പേരെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു ജൂത സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ മാത്രമായിരുന്നു അന്ന് ആ സ്ത്രീ അത്രയും കൊടും പീഡനം ഹമാസ് ഭീകരരാൽ അനുഭവിച്ചത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം 1400 പേരെ ഇവരുടെ മുമ്പിലിട്ട് മൃഗീയമായി കൊലപ്പെടുത്തുകയും മൃഗീയം എന്ന പദം തെറ്റാണല്ലോ. അവർ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കാറുള്ളൂ. ഇവരങ്ങനെയുമല്ലല്ലോ. അന്യമത വിരോധം വെച്ചിട്ടാണ് മനുഷ്യന്മാര് തന്നെ ശത്രുതയോടുകൂടി വലിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ നീചമായ രൂപത്തിൽ, നിന്ദ്യമായ രൂപത്തിലായിരുന്നു മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത്. എന്നിട്ട് 1400 പേരെ കൊന്നൊടുക്കുകയും 257 പേരെ പിടിച്ച് ബന്ദികളാക്കുകയും ചെയ്ത കൂട്ടത്തിലുള്ള ആളായിരുന്നു വലിച്ചിഴക്കപ്പെട്ട ഈ നാമ എന്ന് പറയുന്ന സ്ത്രീ. അതിന് മുഖ്യ പങ്കുവഹിച്ചത് ജൂത പെണ്ണായതുകൊണ്ട് അവൾ നമ്മളാൽ പീഡിപ്പിക്കപ്പെടേണ്ടവളാണ്, നമ്മളാൽ കൊല ചെയ്യപ്പെടേണ്ടവളാണ് എന്ന് മുഹമ്മദ് അബു അസീദാണ് ഉറക്ക വിളിച്ചു പറഞ്ഞത്. അയാളെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാമ ലെവി എന്ന സ്ത്രീയെ ബന്ധിയാക്കുക മാത്രമല്ല, കുതികാലുകളാണ് മുറിച്ചെടുത്തത്, കൈകൾ പിന്നിലേക്ക് കെട്ടി. ഇതിൽ പരം ഒരു മനുഷ്യന് എങ്ങനെയാകാൻ കഴിയും? ഒരു സ്ത്രീയാണ്. ഇവരുടെ പ്രത്യക്ഷമായ ശത്രുവാണോ? ഇവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജൂത വിരോധം, അന്യമത വിരോധം ഒന്നുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ തന്നെ ഇവരെ ഉപദ്രവിച്ചതെല്ലാം ഇവരെ ഉപദ്രവിച്ചവരെയാണോ? കുതികാലെടുത്തു എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഉള്ളിലുള്ള ഒരു പൈശാചികത എന്ന് പറയാൻ പറ്റുമോ? പിശാച് പോലും എത്രയോ മാനവികനാണ് എന്നാണ് ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ വീഡിയോ പിടിച്ച് ലോക വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതേപോലെ ഒരു ജീവൻ, അതേപോലെ വേദന, അതേപോലെയുള്ള മാനസികാവസ്ഥയും വികാരങ്ങളുമാണ് എനിക്കും എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് ഈ അസീദിന് സാധിക്കാതെ പോയത്? എന്നിട്ട് അയാൾ എന്താ നേടിയത്? എന്നിട്ട് അയാൾ ഇന്നുണ്ടോ? ഇയാള് ഈ അംഗവൈകല്യം വരുത്തി വളരെ ക്രൂരമായി പീഡിപ്പിച്ച സ്ത്രീ ഇന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പെണ്ണിനെ ഈ കോലത്തിലാക്കി ജൂതന്മാരോടുള്ള വിരോധം കാണിച്ച ഹമാസ് ഭീകരരെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആക്കിയ ആളെന്ന് മണ്ണിനടിയിലായി. നാമ ലെവി എന്ന സ്ത്രീയോട് ഇവർ ചെയ്തത് നിസ്സഹായിയായിരുന്നു, നിരപരാധിയായിരുന്നു, നിരായുധയായിരുന്നു.
ഇവരോടൊന്നിനും പോയിട്ടുള്ള വ്യക്തിയല്ല. ആ മ്യൂസിക് ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ പങ്കെടുത്തു എന്നതിൻ്റെ ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അയാൾ എവിടെ ഇന്ന്? എന്തിനു വേണ്ടിയാണോ നമ്മൾ പലതും ചെയ്യുന്നത് അത് നമുക്ക് നേടാൻ പറ്റിയെന്ന് വരില്ല. പണത്തിനു വേണ്ടിയാകട്ടെ, പ്രശസ്തിക്ക് വേണ്ടിയാകട്ടെ, മതം നിലനിർത്തുന്നതിന് വേണ്ടിയാകട്ടെ, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാകട്ടെ, അതല്ലെങ്കിൽ കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാകട്ടെ, എന്തായിരുന്നാലും ശരി, അപരന്റെ മത സ്വാതന്ത്ര്യത്തെ, അപരന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ, അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാകില്ല എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണ് ഇതിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്നത്. ഇവരിൽ നിന്ന് ഒരിക്കലും മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവര് മനുഷ്യരല്ല. ഹമാസ് ഭീകരൻ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ അവനെ പോലെ തന്നെ കരുതാൻ സാധിക്കണ്ടേ? 2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ ഹമാസിന്റെ ബന്ദികളായി പിടിക്കപ്പെട്ടിട്ട് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട ആളുകളുടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് ഇന്ന് ലോകം കേൾക്കുന്നതും അറിയുന്നതും. 1.5 വർഷത്തോളം ഹമാസ് ഭീകരരുടെ ബന്ദിയായി ഒടുവിൽ വെടിനിർത്തൽ കരാർ പ്രകാരം മോചിതയായ ആളുകളാണ് തങ്ങളുടെ കനലെരിയുന്ന അനുഭവങ്ങൾ തുറന്നു പറയുന്നത്. മോചിതയായ ലൂയിസ് ഹർ എന്നയാളുടെ അഭിമുഖം പ്രമുഖ പത്രമായ ജെറുസലേം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹമാസ് ഭീകരർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട ആരോപണമല്ല. നേരത്തെയും പലരും ഹമാസിന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. OPM തൊട്ട് രാസലഹരികൾ വരെ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിലും എത്തുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തു പറയുന്നത്. പല ഹമാസ് ഭീകരർക്കും ഇത്ര മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർ ലഹരിയുടെ കിറുക്കിലായതുകൊണ്ടാണ് എന്നാണ് രക്ഷപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മനുഷ്യ പെണ്ണിന്റെ കുതികാലു വെട്ടി കൈ രണ്ടും കൂട്ടിക്കെട്ടി എന്നിട്ട് വീഡിയോ ചിത്രീകരിക്കുന്നു. ഇവർ നമസ്കരിക്കുന്നുണ്ടല്ലേ? തങ്ങളെ മനുഷ്യരെ പോലെയല്ല വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഹമാസുകാർ കൈകാര്യം ചെയ്തത് എന്നാണ് ബന്ദികൾ പറയുന്നത്. തലമുടി പിടിച്ചു വലിച്ചാണ് എഴുന്നേൽപ്പിക്കുക. മുടിയില്ലാത്തവരെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിക്കും. ഏതു നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടും എന്നവർ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ താവളങ്ങൾ മാറുകയും ഹമാസിന്റെ രീതിയായിരുന്നു. ആദ്യമൊക്കെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഉണ്ടെങ്കിലും ക്രമേണ അതൊക്കെ തീർന്നു. പിന്നെ നായ്ക്കളെ പോലെ ഒരു പാത്രത്തിൽ നിന്ന് 4-5 ബന്ദികൾ കഴിക്കേണ്ടി വരും. പലപ്പോഴും ഇരുട്ട് മുറികളിലായിരുന്നു താമസം. ഗാസയിലെ തകർന്നു കിടക്കുന്ന പല വീടുകൾക്കിടയിലും ബന്ദികളെ പാർപ്പിച്ചിരുന്നു. ഹമാസുകാർ പലരും ഇത്തരം വീട് കൊള്ളയടിക്കുന്നതിനും ബന്ദികൾ സാക്ഷിയായി. ബന്ദിയായി പിടിച്ച ആദ്യം ഖാൻ യൂനിസിലെത്തിയ അനുഭവം ലൂയിസ് ഹർ പറയുന്നു. ഭീകരരേക്കാൾ തങ്ങൾ ആ സമയം പേടിച്ചിരുന്നത് ഗാസയിലെ സിവിലിയൻസിനെയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. സുഫയിലെ സൈനിക താവളത്തിന്റെ തുറന്ന ഗേറ്റിന് സമീപം ഞങ്ങൾ കടന്നുപോയി. അവിടെ 2 കവചിത വാഹനങ്ങൾ കത്തിച്ചു. ഞങ്ങൾ ഖാൻ യൂനിസിലേക്ക് തുടർന്നു. അവിടെ വലിയ കത്രികകൾ ധരിച്ച ഒരു കൂട്ടം കൗമാരക്കാർ കാറിനടുത്തേക്ക് വന്നു. അവർ ഞങ്ങളെ കഷ്ണങ്ങളായി മുറിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യങ്ങൾ കാണിച്ചു. ഞങ്ങളെ തല്ലി കൊല്ലുന്നത് തടയാൻ ഭീകരർ വായുവിൽ വെടിയുതിർത്തു. ജനക്കൂട്ടത്തിനിടയിലൂടെ വണ്ടി വേഗത്തിൽ ഓടിച്ചാണ് ഭീകരർ ഞങ്ങളെ രക്ഷിച്ചത് എന്നും പറയുന്നു. ബന്ദികൾ തമ്മിലുള്ള ആശയവിനിമയം പരിമിതമായിരുന്നു എന്നും ഹർ വിശദീകരിച്ചു. ഞങ്ങൾ വളരെ കുറച്ച് സ്പാനിഷിൽ മാത്രം സംസാരിച്ചു. അവരെ എതിർക്കാതിരിക്കുക, സഹകരിക്കുക, അവരെ ദേഷ്യം പിടിപ്പിക്കാത്ത വിധത്തിൽ പ്രതികരിക്കുക എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഓരോ വാതിൽ തുറക്കുമ്പോഴും ഞങ്ങൾ സ്വയം പറഞ്ഞു, ഇതാണ് ഞങ്ങൾ അവസാനത്തെ സ്റ്റോപ്പിലെത്തിയിരിക്കുന്നു എന്ന്. ചില സമയങ്ങളിൽ ഭീകരർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ജൂതന്മാരാണോ? ഞങ്ങൾ ഉടനെ പറയും, ഇല്ല, ഞങ്ങൾ അർജന്റീനക്കാരാണ്. മെസ്സി, ഫുട്ബോൾ മെസ്സി. ബന്ദികളുടെ പെരുമാറ്റം വ്യത്യസ്തമാണ് എന്ന് ഹർ പറഞ്ഞു. മനുഷ്യത്വത്തിന്റെ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരുന്നു. ഭക്ഷണം കുറയുന്നത് അവരെ ഏറ്റവും അലട്ടിയിരുന്നു. വിഭവങ്ങൾ കുറയുന്നതിന്റെ വെല്ലുവിളികൾ ഹർ വിവരിച്ചു. ഞാൻ പാചകം ചെയ്തു. ആദ്യം അത് എളുപ്പമായിരുന്നു. ടിന്നിലടച്ച സാധനങ്ങൾ, പച്ചക്കറികൾ, ചീസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഭക്ഷണം തീർന്നു. ഒടുവിൽ ഞങ്ങൾ ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കലായി. അരവയർ നിറയ്ക്കാൻ പോലുള്ള ഭക്ഷണം പോലും പലപ്പോഴും കിട്ടിയിട്ടില്ല. അസുഖം വന്നാൽ മരുന്നില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബന്ദിയാക്കുമ്പോൾ പരിക്കേറ്റ പലരെയും അനസ്തേഷ്യ പോലും ഇല്ലാതെ പച്ച ഇറച്ചിയിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ഹമാസിനെ സംബന്ധിച്ച് അതൊന്നും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നിയിട്ടേ ഇല്ല എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത്. ഇവരെ എങ്ങനെ മനുഷ്യരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക? നന്ദി.